ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ രാത്രി ചോറിന് പകരം കഴിക്കാൻ പറ്റുന്ന പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുള്ള ഈ ഒരു സാലഡ് വളരെ എളുപ്പത്തിൽ വെറും കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കുംബർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരാൾക്കുള്ള ഒരു മെഷർമെൻറ്റിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് വേണമെങ്കിൽ ഈ ഒരു കുക്കുംബർ മുഴുവനായിട്ട് തന്നെ എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു സവാളയാണ്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു സാലഡിൽ ഫൈബറും പ്രോട്ടീനും ഒക്കെ ധാരാളം ഉള്ളതിനാൽ നമ്മളെ വയറ് നല്ല ഫില്ലായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് രാത്രിയിൽ ഭക്ഷണം കഴിക്കണം എന്ന് തോന്നുന്നില്ല. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണിത്. അപ്പോൾ നമ്മൾ വെയിറ്റ് കുറക്കാൻ ഈ ഒരു ഫുഡ് കഴിച്ചത് കൊണ്ട് മാത്രം വെയിറ്റ് കുറയില്ല, നമ്മളതിൻ്റെ കൂടെ എക്സസൈസും കൂടെ ചെയ്യണം, എന്നാൽ മാത്രമേ വെയിറ്റ് കുറയുള്ളൂ. അപ്പോൾ ഇത് ഞാനിത് സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് ഈ ബൗളിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടൊമാറ്റോ ആണ് എടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല, ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് സ്വീറ്റ് കോൺ ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെള്ളക്കടലയാണ്. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടലയാണേ. ഇനി നമുക്കിതിലേക്കൊരു ഡ്രസ്സിങ് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഇവിടെ 4 സ്പൂണ് യോഗേർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ യോഗേർട്ട് ഇല്ലെങ്കിൽ കട്ടത്തൈര് എടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഒലീവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ലെമൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ലെമണിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒലീവ് ഓയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇത് ആ ഒരു നാരങ്ങയുടെ ആ ഒരു സീഡൊക്കെ എടുത്ത് മാറ്റണേ. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ ഒരു മിക്സ് നമുക്ക് കടലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സാലഡ് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനും കഴിക്കാം, അതുപോലെ തന്നെ രാത്രി ഡിന്നറിനും കൂടി കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ആരും ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടെയുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.